കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവനുമായിട്ട് നമുക്ക് കാര്യമുള്ളത് എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, കർത്താവ് പറയുകയാണ് ഇവിടെ. പൗലോസ് അപ്പോസ്തലൻ എബ്രായർക്ക് എഴുതുകയാണ്, കർത്താവിൻ്റെ കണ്ണുകൾക്ക് മറവായിട്ട് ഒന്നുമില്ല എന്ന് പറയുകയാണ്. അപ്പോൾ നാം ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും, നമ്മുടെ വിചാരങ്ങൾ, നമ്മുടെ ചിന്തകൾ, നാം ഒരു വ്യക്തിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ എല്ലാം ഇരിക്കുമ്പോൾ കർത്താവിൻ്റെ മുമ്പിൽ അത് നഗ്നവും മലർന്നതുമായിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ലോകമായിട്ട് സഹോദരങ്ങൾക്കുമായിട്ടില്ല, നമുക്ക് കാര്യമുള്ളത് കർത്താവിനോടാണ്. എന്നു പറഞ്ഞാൽ കർത്താവ് ഇതിനെല്ലാം കണക്ക് നോക്കുന്ന ഒരു കർത്താവാകുന്നു എന്ന് വചനം പറയുന്നു. അപ്പോൾ ഓരോ ദിവസവും നാം പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾക്ക് കർത്താവിൻ്റെ മുൻപിൽ ഒരു ദിവസം നാം കണക്ക് കൊടുക്കേണ്ടി വരും എന്നുള്ള ആ ഒരു ബോധത്തോടു കൂടെയാകണം നാം ഓരോരുത്തരോടും പ്രവർത്തിക്കുന്നത്. ഇല്ല എന്നുണ്ടെങ്കിൽ നാം തന്നെ വളരെ കഷ്ടപ്പെടേണ്ടി വരും. കാരണം എന്തെന്ന് വെച്ചാൽ, ഇവിടെ വെളിപ്പാട് പുസ്തകം 22-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ ഇങ്ങനെ എഴുതുന്നു: ഇതാ, ഞാൻ വേഗം വരുന്നു, ഓരോരുത്തനും അവനവൻ്റെ പ്രവർത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കൽ ഉണ്ട് എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, ഓരോരുത്തൻ്റെയും പ്രവർത്തിക്ക് കൊടുക്കുവാനുള്ള തക്ക ഫലം എൻ്റെ കയ്യിൽ ഉണ്ട് എന്ന് യഹോവ പറയുന്നു. ഒരു വേള നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ കർത്താവിൻ്റെ വരവായിരിക്കാം ആദ്യം, അല്ലെങ്കിൽ നമ്മുടെ മരണമായിരിക്കാം ആദ്യം. എന്തു തന്നെ സംഭവിച്ചാലും കർത്താവ് വരുമ്പോൾ നാം ഈ ഭൂമിയിൽ നമ്മോട് കൂടെ നാം ഇരിക്കുന്നവരോട്, അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളോട് നാം എന്തൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ, എന്തൊക്കെ നല്ല പ്രവർത്തികൾ ചെയ്തിട്ടുണ്ടോ, എന്തൊക്കെ ഇല്ലായ്മകൾ ചെയ്തിട്ടുണ്ടോ, എന്തായാലും അതിൻ്റെതായ തക്ക ഫലം എന്ന് പറയുമ്പോൾ നീതിപ്രവർത്തിക്ക് തക്ക ഫലവും അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ദുഷ്ടതനത്തിൻ്റെ തക്ക ഫലവും കർത്താവിനോട് കൂടെ വരും എന്ന് പറയുന്നു. ദൈവം നമ്മെ കൂട്ടിക്കൊണ്ടു പോകാൻ വരുമ്പോൾ ആ പ്രതിഫലവും കൊണ്ടാണ് നമ്മെ പോകുവാൻ വരുന്നത്. ആയതുകൊണ്ട് പ്രിയ ദൈവപൈതലെ, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ നോട്ടങ്ങൾ, നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ ഇടപെടലുകൾ എല്ലാം ദൈവത്തിൻ്റെ മുൻപാകെ നീതിയായിട്ടും നിർമ്മലതയായിട്ടും ഇരുപ്പാൻ തക്കവണ്ണം നാം നോക്കി ജീവിക്കുവാൻ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹവും സമാധാനവുമായ കർത്താവ് ഈ സമയത്ത് ഈ വചനം കേട്ടുകൊണ്ടിരുന്ന ഓരോരുത്തരും അപ്പൻ്റെ കരങ്ങൾ തരുന്നു. കർത്താവെ, നീ കണക്ക് കേൾക്കുന്ന ദൈവമെന്നും അങ്ങയുടെ കയ്യിൽ ഞങ്ങൾക്ക് തക്ക പ്രതിഫലവും കൊണ്ടാണ് ഞങ്ങളെ ചെല്ലുവാൻ വരുന്നതെന്നും അറിയുന്ന ഞങ്ങൾ, കർത്താവെ, അങ്ങയുടെ മുമ്പിൽ കർത്താവ് അങ്ങയുടെ കൃപ യാചിച്ചുകൊണ്ട്, കർത്താവെ, അങ്ങക്ക് ഉള്ളത് പ്രവർത്തിച്ച് അങ്ങയുടെ ഇഷ്ടപ്രകാരം നടക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അറിഞ്ഞോ അറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളെയും ദൈവമേ ക്ഷമിച്ച് അങ്ങയുടെ രാജ്യത്തിൽ വരുവോളാം കർത്താവെ ഞങ്ങളെ കരം പിടിച്ച് നടത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.